നമ്മുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ കുറച്ച് കറങ്ങി അടിച്ചാണ് ഇവിടെ വന്നത്. ഇന്ന് 31 ആണ്. അപ്പോൾ നമ്മുടെ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് ചവിട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കുള്ള കുറേ ആഘോഷ പരിപാടികളും അതുപോലെ തന്നെ കുറച്ച് ചർച്ചകളും, വെട്ടുകാട് നമ്മൾ ഇപ്രാവശ്യം പോയിട്ടില്ലായിരുന്നു. വെട്ടുകാട്, അങ്ങനെ ശംഖുമുഖം. അപ്പോൾ അവിടെയൊക്കെ ഈ രാത്രി എന്താണ് ആഘോഷ പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എല്ലായിടം കറങ്ങി ഏകദേശം 11:30 കഴിഞ്ഞിട്ടുണ്ട് സമയം. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ. ചെറിയൊരു എപ്പിസോഡാണ്, കണ്ടിട്ട് വരാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ ചെറിയൊരു എപ്പിസോഡാണ് കേട്ടോ ഇത്. ഏകദേശം 8:30 ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. മെയിനായിട്ട് പോകാൻ ഉദ്ദേശിച്ചത് വെട്ടുകാടും അതുപോലെ ശംഖുമുഖവുമാണ്. ക്യാമറ ബൈക്കിൽ മൗണ്ട് എടുക്കാത്തത് കാരണം അങ്ങനെയുള്ള വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആദ്യം നമ്മൾ വന്നപ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച ഇതാണ്. മൈലം CSA പള്ളിയിൽ ഒരു അടിപൊളി ബാൻഡ് വേളം നടക്കുകയാണ്. അതുപോലെ റിബൺ ഡിസ്പ്ലേ ഒക്കെ അവിടെ നടക്കുകയാണ്. ആദ്യം അവിടെയാണ് ഞാൻ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു. കരകുളം സെൻറ്റ് ജോസഫ് പള്ളിയിൽ മനോഹരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഏണിക്കര റോഡ് സൈഡിൽ, നമ്മുടെ മെയിൻ റോഡ് സൈഡിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ വന്നിട്ടുണ്ട്. നല്ല പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം അവിടെ നിന്നു. പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത് നമ്മൾ പോയത് സെൻറ്റ് ജൂഡ് റോമൻ കാത്തലിക് ചർച്ചിലേക്കാണ്. വഴിയിലെ റോഡ് സൈഡിൽ ഇരിക്കുന്ന പള്ളിയാണ് കേട്ടോ. പള്ളിയുടെ അകത്തേക്കൊന്നും കയറാത്തത്, എല്ലാ പള്ളികളിലും ആരാധന നടക്കുകയാണ്. അതുകൊണ്ട് റോഡിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് കാണുമ്പോൾ മനസ്സിലായി കാണും, പേരുകൂടെയുള്ള ചർച്ചാണിത്. ഇത് കവടിയാർ മെയിൻ റോഡിൽ തന്നെ ആ സൈഡിലിരിക്കുന്ന ഒരു പള്ളി. മനോഹരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പറയേണ്ടതില്ല, നമ്മുടെ സ്വന്തം കനകക്കുന്ന്. ക്രിസ്മസ് ആവട്ടെ, ഓണം ആവട്ടെ, എന്ത് ആഘോഷ പരിപാടികൾ വന്നു കഴിഞ്ഞാലും ഇവിടെ ഇതുപോലെയാണ്, എപ്പോഴും ആഘോഷമാണ്. അത് രാത്രി ഇത്രത്തോളം മനോഹരമാക്കി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന് ഇവിടുത്തെ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിന് ഒരു കുറവും വന്നിട്ടില്ല. അതായത് ആൾക്കാർക്ക് ഒരു കുറവും വന്നിട്ടില്ല. ജനസാഗരം തന്നെയാണ് അകത്തും അതുപോലെ തൊട്ടടുത്തുള്ള ലക്ഷ്മി പാർക്കിലും. അകത്തേക്ക് കയറുന്നില്ല, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് LMS ചർച്ചാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് ലിമിറ്റായിട്ട് മാത്രമേ അവിടെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുള്ളൂ. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഇത് പാളയം പള്ളി, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഏത് സന്ദർഭത്തിലായിരുന്നാലും വളരെ വെറൈറ്റി ആയിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന പള്ളിയാണ്. ആരായിരുന്നാലും വെറുതെ എങ്കിലും ഒരു ഫോട്ടോ എടുക്കാതെ പോകത്തില്ല. വളരെ മനോഹരമായിട്ട് അവിടെയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രവും അതുപോലെ മുസ്ലിം പള്ളിയൊക്കെ വളരെ മനോഹരമായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മൾ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് വരികയാണ്. വെട്ടുകാട് ചർച്ചാണ്. ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ പുതുവത്സരത്തെ വരവേൽക്കാനുമുള്ള ആഘോഷ പരിപാടികളിൽ നമ്മുടെ പ്രസൻസ് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ അവസരത്തിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഷോർട്സിലൂടെയും റീൽസിലൂടെയൊക്കെ നിങ്ങൾ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടു കാണും. വളരെ മനോഹരമായിട്ട് പള്ളിയും ചുറ്റുപാടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വരുമ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച അത്ര തിരക്കില്ല, എന്നാലും അത്യാവശ്യം തിരക്ക് ഉണ്ട് ഇവിടെ. തങ്ങളുടേതായ പ്രാർത്ഥന വിഷയങ്ങൾ പറയുവാനും അതുപോലെ തന്നെ ഫാമിലിയോട് അല്പസമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ടാണ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആർക്കും ഒരു ഡിസ്റ്റർബ് ഉണ്ടാകുന്നില്ല. ഇഷ്ടംപോലെ സ്ഥലത്ത് ഈ ഫോട്ടോ എടുക്കാൻ കണക്കിന് ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറിയാലോ, പള്ളിയുടെ ഫ്രണ്ടിൽ നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ അങ്ങിങ്ങായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഓരോ സ്ഥലത്തു നിന്ന് ഫോട്ടോ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അത് തന്നെയാണ് മെയിൻ പരിപാടി. വന്നു കഴിഞ്ഞാൽ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുക, അത് തന്നെയാണ്. എല്ലാ ലൈറ്റിൻ്റെ അടുത്തും ആൾക്കാർ കൂട്ടം കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫാമിലി ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ, സെൽഫി, പിന്നെ അതുമാത്രമല്ല റീൽസ്. എന്തായിരുന്നാലും കൊച്ചുകുട്ടികൾക്കും ഫാമിലികൾക്കൊക്കെ വളരെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ ഈ വെട്ടുകാട് ചർച്ചിൽ. ഇപ്പോൾ പുതുവത്സരത്തിൻ്റെയും അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ആ ഒരു ദിവസങ്ങൾ നമ്മൾ ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. ചാനലിൽ വീഡിയോ കാണുന്നുള്ളവർക്ക് അറിയാം. അപ്പോൾ ഇവിടെ വരാത്തത് ഒരു നഷ്ടമായിട്ട് തോന്നി നേരത്തെ. എന്തായിരുന്നാലും ഈ സമയത്ത് ഇവിടെ വരാൻ പറ്റിയത് നന്നായി. കുറേയേറെ ആൾക്കാർ പുതുവത്സരം കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് മിസ്സായതുമില്ല. മുഖ്യ ആകർഷണം ഇത് തന്നെയാണ് കേട്ടോ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. ഞാൻ പ്രതീക്ഷിച്ചത്ര തിരക്കില്ലെന്ന് പറഞ്ഞു, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെയും. അതുപോലെ തന്നെ കടൽക്കരയിലും അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ നമ്മൾ പെരുന്നാളിന് കാണുന്നത് പോലെ ഫുഡ് കോർട്ടോ കാര്യങ്ങളോ അതൊന്നുമില്ല. അത്ര വിപുലമായിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം ഉള്ള
കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ഇനി ഇതുപോലെ ഒരു അവസരം വരണമെങ്കിൽ അടുത്തൊരു വിശേഷ ദിവസം വരണമല്ലോ. അത് നമ്മൾ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കടൽക്കരയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പള്ളിയുടെ മുറ്റത്ത് ഇത്രത്തോളം ആൾക്കാർ എത്തിയിട്ടുണ്ട്. അങ്ങിങ്ങായിട്ട് കുറേ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. കുട്ടികൾക്ക് വാങ്ങിക്കാനുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഫുഡ് വാങ്ങാൻ പറ്റുന്ന, അതുപോലെ ഈ പൊരിയും ഐസ്ക്രീമും പിന്നെന്താണ് മലക്കറി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് അല്ലാണ്ട് ഫുഡ് ഐറ്റംസ് വലിയ രീതിക്കൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല കേട്ടോ. കടൽക്കരയിലും അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ കരയിലിരുന്ന് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്, ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ തരം ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റി. എടുത്തു പറയാൻ പറ്റുന്ന പോലീസുകാർ വളരെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി അടുത്തൊരു സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്രാവശ്യം വളരെ ആവേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. മനസ്സിലായി കാണും ശംഖുമുഖം വല്ലാത്ത തിരക്കാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ അത്രയ്ക്കും തിരക്കാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അതായത് ബൈക്ക് പോലും നമുക്ക് വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാമെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ചു. അത്രത്തോളം ആഗ്രഹിച്ചാണ് വന്നത്. നമ്മുടെ ന്യൂ ഇയറൊക്കെ ഇവിടെ ഇരുന്ന് അടിച്ച് പൊളിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ സ്റ്റേജ് പ്രോഗ്രാമൊന്നുമില്ല. പക്ഷേ ടിക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നു. DJ ഡാൻസോ എന്തോ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അതിന് കുറച്ച് ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ആളിൻ്റെ വരവ് വന്നുകൊണ്ടേയിരുന്നു കേട്ടോ. സമയം കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു. ഏതായാലും ആൾക്കാരുടെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. പുതുമ ഉള്ള കാഴ്ചകളൊന്നും എനിക്കവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. ന്യൂ ഇയറിൻ്റെ കാഴ്ചകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 8-8:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറേ സ്ഥലങ്ങളിൽ പള്ളികളിൽ അവിടുത്തെ ഇവിടുത്തെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് വെട്ടുകാട് ശംഖുമുഖം എല്ലാം കറങ്ങി. ശംഖുമുഖത്ത് വിചാരിച്ചത്ര വേറെ പരിപാടികളൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ന്യൂ ഇയർ ആയിട്ടില്ല. ഇനി 2 മിനിറ്റുകൾ കൂടെ ആകുമ്പോൾ നമ്മൾ 2025 കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പേട്ട സൈഡിലാണ് നിൽക്കുന്നത്. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ശംഖുമുഖത്തൊക്കെ ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത തിരക്കായിട്ടുണ്ട്. റോഡിൽ ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പലയിടത്തും പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 11:59. അങ്ങനെ 12 മണി ജനുവരി 2025 നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സിറ്റിയിൽ നിൽക്കുന്നേ ഉള്ളൂ. പേട്ട ഭാഗത്ത് കാണാൻ പറ്റുന്ന അറിയില്ല, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചാനലിലുള്ള എല്ലാവർക്കും പുതിയൊരു വർഷത്തെ എല്ലാ ആശംസകളും അറിയിക്കണം കേട്ടോ. 12 മണിയായിട്ടുണ്ട്. രാത്രി അല്ല, രാവിലെ തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസത്തേക്കാളും നല്ല തിരക്കാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം. അതാണ്ട് അവിടെയൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, മിനിക്കം കാണാമല്ലോ. എല്ലാവരും അതിൻ്റെ സ്വന്തം കണ്ട. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമായിരിക്കും. എന്തായിരുന്നാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാവിലെ തന്നെ ഒരു ഗുഡ് നൈറ്റ്. ബൈ. അടുത്തൊരു എപ്പിസോഡ് കേട്ടോ. ബൈക്കിൽ പോകുന്ന ആൾക്കാരൊക്കെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ടായിരിക്കണം, ശംഖുമുഖത്തേക്കായിരിക്കണം. എന്തായാലും ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ഒരു വിശേഷത്തിൽ കാണാം. ബൈ.